بالله من الشيطان الرجيم بسم الله الرحمن الرحيم الحمد لله رب العالمين والصلاة والسلام على أشرف المرسلين وعلى آله وصحبه أجمعين. പ്രിയമുള്ള സഹോദരി സഹോദരന്മാരെ, എല്ലാവരും അല്ലാഹുവിന്റെ രക്ഷയും കരുണയും ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ്. കഴിഞ്ഞ ആഴ്ച നമ്മൾ 54-ാമത്തെ ആയത്തിനെയാണ് നമ്മൾ അവസാനമായിട്ട് പറഞ്ഞു വെച്ചത്, വിശദീകരിച്ച് നമ്മൾ വെച്ചത്. 54-ാമത്തെ ആയത്ത് വലഖദ് സർറഫ്ന ഫീ ഹാദൽ ഖുർആനി ലിന്നാസി മിൻ കുല്ലി മസൽ വകാനൽ ഇൻസാനു അക്സറ ശൈഇൻ ജദല. ഇതാണ് നമ്മൾ അർത്ഥം പറഞ്ഞു വെച്ച ആയത്ത്. വലഖദ് സർറഫ്ന, നാം നിരന്തരം വിശദീകരിച്ചിട്ടുണ്ട് ഫീ ഹാദൽ ഖുർആനി, ഈ ഖുർആനിൽ ലിന്നാസി, മനുഷ്യർക്ക് വേണ്ടിയിട്ട്, മിൻ കുല്ലി മസലിൻ, എല്ലാ ഉപമകളും. എന്നാൽ വക്കാനൽ ഇൻസാനു അക്സറ ശൈഇൻ ജദല, മനുഷ്യന് അവൻ വല്ലാതെ തർക്കിക്കുന്നവനാണ്, അധിക വിഷയത്തിലും തർക്കിക്കുന്നവനാണ് മനുഷ്യന്. ഈ ആയത്ത് പോലത്തെ ധാരാളം ആയത്തുകൾ വിശുദ്ധ ഖുർആനിൽ നമുക്ക് പല സൂറത്തുകളിലും കാണാൻ പറ്റും. ഇപ്പോ സൂറത്ത് കഹ്ഫിന്റെ മുമ്പുള്ള സൂറത്ത് ഇസ്രായിൽ 2 ആയത്ത് ഇതുപോലെ അള്ളാഹു പറഞ്ഞു വെക്കുന്നുണ്ട്. വലഖദ് സർറഫ്നാ ലിന്നാസി ഫീ ഹാദൽ ഖുർആനി മിൻ കുല്ലി മസൽ ഫഅബാ അക്സറുന്നാസി ഇല്ലാ കുഫൂറ. 79-ാമത്തെ സൂറത്ത് ഇസ്രായിലെ 79-ാമത്തെ ആയത്താണ്. അതേപോലെ തന്നെ 41-ാമത്തെ ഇസ്രായിൽ തന്നെയുള്ള ആയത്തുണ്ട്. വലഖദ് സർറഫ്നാ ഫീ ഹാദൽ ഖുർആനി ലിയദ്ദക്കറു വമാ യസീദുഹും ഇല്ലാ നുഫൂറ. സൂറത്ത് ഇസ്രായിൽ ഇതുപോലെ വളരെ ഗൗരവമുള്ള കുറെ വിഷയങ്ങളെ പറഞ്ഞു പോകുന്ന ഒരു സൂറത്താണ്. അതില് 89-ാമത്തെയും അതുപോലെ തന്നെ തുടക്കത്തില് 41-ാമത്തെ ആയത്തും അള്ളാഹു ഇതുപോലെ പറഞ്ഞ് മനുഷ്യ ചിന്തയെ അള്ളാഹു എങ്ങനെയാണ് അള്ളാഹുവിന്റെ കാരുണ്യം മനുഷ്യനോട് അള്ളാഹു പ്രകടിപ്പിക്കുന്നത് എന്ന് അള്ളാഹു വിശദീകരിക്കുന്നുണ്ട്. അപ്പൊ നമ്മള് വിശുദ്ധ ഖുർആനെ എടുത്തു നോക്കിക്കഴിഞ്ഞാല് അള്ളാഹു ധാരാളം മസലുകൾ പറയുന്നുണ്ട്. എന്താണ് മസല് കൊണ്ട് ഉദ്ദേശിക്കുന്നത്? നമ്മള് ഇതിന്റെ മുമ്പ് ആ വാക്കിനെ സൂറത്ത് കഹ്ഫിലെ മസല് എന്ന വാക്കിനെ നന്നായി വിശദീകരിച്ചിട്ടുണ്ട്. മിസ്ല്, മസല്, ഇതുകൊണ്ടെല്ലാം അള്ളാഹു എന്താണ് ഉദ്ദേശിക്കുന്നത് എന്ന് ഇതിനു മുമ്പ് നമ്മൾ വിശാലമായി വിശദീകരിച്ചു പോയിട്ടുണ്ട്. അപ്പോ ഇവിടെ തന്നെ നമ്മൾ നോക്കുകയാണെങ്കിൽ ഒന്ന് നന്നായി ഈ ആയത്തിനെ വെച്ച് നമ്മൾ മറ്റു ആയത്തുകളെ കൂടി ഒന്ന് വിശദീകരിക്കുകയാണെങ്കിൽ നമുക്ക് കാണാൻ പറ്റും. ഇപ്പൊ സൂറത്ത് ബഖറ തുടങ്ങുമ്പോൾ അവിടെ അള്ളാഹു അതിന്റെ ആദ്യ ഭാഗങ്ങളിൽ ഒരു വിഷയം പറയുന്നുണ്ട്. ഇന്നല്ലാഹ ലാ യസ്തഹ്യി അൻ യദ്രിബ മസലൻ മാ ബഅൂലതൻ ഫമാ ഫൗഖഹ എന്ന് പറഞ്ഞ് അതിനുശേഷം ഈ പറഞ്ഞതുപോലെ ചിന്താർഹമായ മനുഷ്യന്റെ വിശ്വാസവും അതുപോലെ തന്നെ അവന്റെ ഈമാനും അവന്റെ നിഫാഖ് അതുപോലെ തന്നെ കുഫ്ർ, ഷിർക്ക് തുടങ്ങിയ കാര്യങ്ങളെല്ലാം തന്നെ അങ്ങനെ അത് പറഞ്ഞതിന് ശേഷം അള്ളാഹു വിശദീകരിച്ചു പോകുന്നുണ്ട്. പിന്നെ തൊട്ട് വീണ്ടും കുറച്ചുകൂടി മുന്നോട്ട് വന്നു കഴിഞ്ഞാൽ വീണ്ടും അള്ളാഹു ചില വിഷയങ്ങൾ ഉപമിക്കുന്നുണ്ട്. അവര് ഔഖദു നാറൻ എന്ന് പറഞ്ഞിട്ടും മസലുൽ എങ്ങനെയാണ് അത് ഒരു നിഫാഖിനെ കുറിച്ച് പറയുന്നിടത്ത് അള്ളാഹു വിശദീകരിക്കുന്നുണ്ട്. ഫലമ്മാ അളാഅത് മാ ഹൗലഹു ദഹബല്ലാഹു ബിനൂരിഹിം വതറക്കഹും ഫീ ദുലുമാത്തിൽ ലാ മസലുഹും കമസലിൽ ലദി ഇസ്തൗഖദ നാറൻ ഫലമ്മാ അളാഅത് മാ ഹൗലഹു ദഹബല്ലാഹു ബിനൂരിഹിം വതറക്കഹും ഫീ ദുലുമാത്തിൽ ലാ യുബ്സിറൂൻ. അവിടെ നിഫാഖുമായി ബന്ധപ്പെട്ട് അള്ളാഹു മനോഹരമായിട്ട് പിന്നെ ഉപമിക്കുകയാണ്. നമുക്കറിയാം അവിടെ ഈ ആയത്ത് പെട്ടെന്ന് പറഞ്ഞതുകൊണ്ട് ആ ആയത്തിന്റെ ഉള്ളിലുള്ള ചെറിയ 2-3 കാര്യങ്ങൾ ഇതോടൊപ്പം നമുക്ക് ചേർത്ത് പറഞ്ഞു പോകാം. അവിടെ പിന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങള് മക്കയിൽ നിന്നും മദീനയിൽ എത്തുന്നതിന് മുമ്പ് ജൂതന്മാർ അവര്
മദീന നിവാസികളുടെ നായകന്മാരായിരുന്നു. പ്രത്യേകിച്ച് അബ്ദുല്ലാഹിബിന് സലൂലിനെ പോലെയുള്ള ആളുകൾ, ഉബയ്യിനെ പോലെയുള്ള ആളുകളെല്ലാം തന്നെ മദീനയുടെ നായകന്മാരായിരുന്നു. അപ്പൊ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങള് മദീനയിലെത്തുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ മദീന നിവാസികൾ സ്വീകരിക്കുന്നു. റസൂലുള്ളാഹിന്റെ പക്ഷത്തേക്ക് ആളുകളെല്ലാം തന്നെ ചേർന്ന് നിൽക്കുന്നു. അതോടുകൂടി അധികാരം നഷ്ടപ്പെട്ട ഇദ്ദേഹം പിന്നീട് കാട്ടുന്ന മാനസികമായ വിഭ്രാന്തി, അതുപോലെ തന്നെ റസൂലുള്ളാഹിനോടുള്ള വെറുപ്പ്, പക, ഇതിനെക്കുറിച്ചെല്ലുമാണ് സത്യത്തിൽ അതിലൂടെ മനോഹരമായിട്ട് അള്ളാഹു ഉപമിക്കുന്നത്. അള്ളാഹു നിങ്ങൾക്ക് വലഖദ് സർറഫ്നാ ലിന്നാസി ഫീ ഹാദൽ ഖുർആനി വലഖദ് സർറഫ്നാ ഫീ ഹാദൽ ഖുർആനി ലിന്നാസി മിൻ കുല്ലി മസൽ. അപ്പോ ഈ മസല് എന്ന് പറയുമ്പോൾ അത് മനുഷ്യന്റെ ഈ ദൃശ്യലോകത്ത് അവരനുഭവിക്കുന്ന ചില കാര്യങ്ങളെ ലളിതമായി പറയുകയാണ് അള്ളാഹു ചെയ്യുക. പക്ഷെ അതിനപ്പുറം ആ പറയുന്ന കാര്യങ്ങളുടെ അഗാധതലം എന്ന് പറയുന്നത് അവൻ ദൃശ്യലോകത്ത് കാണുന്നതിനപ്പുറമുള്ള അഗാധതയും ഒരു മൂർത്തമായ അവസ്ഥയും ആ വിഷയത്തിനുണ്ടാവും. എന്നാലും ചെറിയ രൂപത്തിൽ മനുഷ്യന് കാര്യങ്ങൾ വിശദീകരിക്കാൻ വേണ്ടിയിട്ട് അള്ളാഹു ഉപയോഗിക്കുക മാത്രമാണ് ചെയ്യുന്നത്. ഇത് അള്ളാഹിന്റെ കാരുണ്യമാണ് എന്നാണ് ഇമാം ഷഅറാവി പറയുന്നത്. മനുഷ്യന് ബോധ്യപ്പെടാൻ, അവന്റെ ചിന്തക്ക് ഉണർവ് ലഭിക്കുവാൻ, അവന്റെ ഹൃദയത്തിന് വിശാലത ലഭിക്കുവാൻ, ഉൾക്കാഴ്ച ഉണ്ടാകുവാനെല്ലാം അള്ളാഹു അവനോടുള്ള കാരുണ്യത്തിന്റെ ഭാഗമായി ഒരു കുഞ്ഞിനോട് എങ്ങനെയാണോ ഒരു ഉമ്മയും ഒരു ഉപ്പയും വളരെ അവന് കാര്യങ്ങൾ ബോധ്യപ്പെടാൻ കഥകൾ പറഞ്ഞും ഉപമകൾ വിശദീകരിച്ചും ഒരു കുഞ്ഞിനോട് എങ്ങനെ സംസാരിക്കുന്നുവോ, അതുപോലെ മനുഷ്യന്റെ ദുർബലമായ ചിന്തയോട് ചേർന്ന് നിന്ന്, അവന്റെ ശുഷ്കമായ അവന്റെ കാഴ്ചയോട് ചേർന്ന് നിന്ന് അവനോട് അവന്റെ ജീവിത പരിസരങ്ങളെക്കുറിച്ച്, അവന്റെ വിശ്വാസ ലോകങ്ങളെക്കുറിച്ച് അവനോട് മനോഹരമായിട്ട് കാരുണ്യപൂർവ്വം അള്ളാഹു സംസാരിക്കുന്നു എന്നാണ് ഈ വദ്രിബിലുഹും അതുപോലെ തന്നെ സർറഫ്ന എന്നെല്ലാം പറയുന്ന വാക്കിൽ വിശദീകരിക്കുന്നിടത്ത് ഇമാം ഷഅറാവി പറയുന്നത്. അപ്പൊ ഇവിടെ ഈ സൂറത്ത് ബഖറയിൽ ഇവിടെ പടച്ച തമ്പുരാന്, പ്രപഞ്ചത്തിന്റെ നാഥൻ, നിഫാഖ് പുലർത്തുന്ന ഒരു മനുഷ്യന്റെ മാനസികാവസ്ഥയെ അള്ളാഹു വിശദീകരിക്കുകയാണ്. അപ്പോ മസലുഹും, അവരുടെ ഇതുപോലെ കോപവും വൈര്യവും പുലർത്തുന്ന, അതുപോലെ തന്നെ പ്രത്യക്ഷത്തിൽ ഞങ്ങൾ അങ്ങയോടൊപ്പമാണ് എന്ന് പറയുകയും എന്നാൽ പക കൊണ്ട് ഉള്ളു നിറഞ്ഞ് അങ്ങ് പുറത്തു പോയി കഴിഞ്ഞാല് പ്രവാചകനെ കുറിച്ച് അസഭ്യം പറയുകയും പ്രവാചകനെ നിഷ്കാസനം ചെയ്യാനുള്ള എല്ലാ തന്ത്രങ്ങളും മെനയുന്ന നിഫാഖിന്റെ വാക്താക്കളെ മനോഹരമായിട്ടാണ് അള്ളാഹു ഇവിടെ വിശദീകരിക്കുന്നത്. ഇവിടെ രണ്ട് പ്രയോഗങ്ങളെ അള്ളാഹു ഇതിന്റെ ഉള്ളിൽ കൊണ്ടുവരുന്നുണ്ട്. ഇമാം ഷഅറാവി അതിനെ മനോഹരമായിട്ടാണ് അതിനെ വിശദീകരിക്കുന്നത്. അതെങ്ങനെയാണ്? അല്ലദീ ഔഖദ നാറൻ, അവര് പിന്നെ തീ കത്തിച്ചു. അപ്പോ തീ കത്തിക്കുന്നത് പല പല ഉദ്ദേശ്യം കൊണ്ടായിരിക്കും അത് കത്തിക്കുക. പിന്നെ ഭക്ഷണം പാകം ചെയ്യാന്, അല്ലെങ്കിൽ ചൂട് കൊള്ളാന്, പലതും ഉണ്ടായിരിക്കാം തീ കായുന്നത്. അപ്പൊ ഒരാള് തീ കത്തിക്കുന്നതോടുകൂടി അവിടെ ആ തീ അത് പിന്നീട് ജ്വാലയായിട്ട് മാറുകയും അത് അതിന്റെ പരിസരങ്ങളെ പ്രോജ്വലിപ്പിക്കുകയും ചെയ്യുന്നു. പക്ഷേ ഇവിടെ അള്ളാഹു പിന്നീട് പറയുന്നത് ഔഖദൂനാറൻ ഫലമ്മാ അളാഅത് മാ ഹൗലഹു, അങ്ങനെ അതിന്റെ പരിസരങ്ങള് അതങ്ങ് പിന്നെ ചൂടോടുകൂടി അതങ്ങ് പിന്നെ ജ്വലിച്ചു തുടങ്ങിയപ്പോൾ റഹബല്ലാഹു ബിനൂരിഹിം, അവിടെ റഹബല്ലാഹു ബി ലൗഇഹിം എന്നല്ല അള്ളാഹു പറയുന്നത്, ബിനൂരിഹിം, അവരുടെ നൂറിനെ അങ്ങ് എടുത്തു കളഞ്ഞു. അപ്പൊ ഈ ലൗഉം നൂറും തമ്മിലുള്ള വ്യത്യാസം എന്താണ്? ഇവിടെയാണ് ഇമാം ഷഅറാവി ഇതിനെ മനോഹരമായിട്ട് വിശദീകരിക്കുന്നത്. ഈ ആയത്തിന്റെ കൂടെ അതിന് അദ്ദേഹം പറഞ്ഞു പോകുന്നുണ്ട്. അള്ളാഹു എങ്ങനെയൊക്കെയാണ് മനുഷ്യനോട്, മനുഷ്യന്റെ ഹൃദയലോകങ്ങളെ കുറിച്ച്, അവന്റെ ഹൃദയ വിചാരങ്ങളെ കുറിച്ച് എങ്ങനെയാണ് മനുഷ്യന് ഏറ്റവും നന്നായി പറഞ്ഞു കൊടുക്കുന്നത്. അപ്പോ ഇവിടെ അള്ളാഹു പിന്നെ ദഹബല്ലാഹു ബി ലൗഇഹിം എന്ന് പറയുന്നതിന് പകരം ബിനൂരിഹിം എന്ന് പറയുന്നു. ഇപ്പൊ നൂറും ലൗഉം തമ്മിലുള്ള വ്യത്യാസം എന്താണ്? അപ്പൊ ഹുവല്ലദീ ജഅല ശംസ ദിയാഅൻ വൽ ഖമറ നൂറ, അള്ളാഹു സൂര്യനെ ജ്വലിക്കുന്നതും ചന്ദ്രനെ തിളങ്ങുന്നതുമാക്കി. അപ്പോ ചന്ദ്രൻ എന്താണ് ചെയ്യുന്നത്? അത് സൂര്യനിൽ നിന്നും പിന്നെ സ്വീകരിക്കുന്ന ലൗകിനെ അത് റിഫ്ലക്ട് ചെയ്യിപ്പിക്കുകയാണ് വീണ്ടും ഭൂമിയിലേക്ക്. അപ്പോ
അത് അങ്ങനെ റിഫ്ലക്ട് ചെയ്യിപ്പിക്കാൻ പറ്റുന്ന അത് പറ്റുന്ന രൂപത്തിലാണ് അതിനെ അള്ളാഹു സംവിധാനിച്ചിരിക്കുന്നത്. ആ ലൗഇനെ സ്വീകരിച്ച് വീണ്ടും തണുത്ത ശാന്തമായ ഒരു ഒരു ഒന്നിനെ തിരിച്ചു നൽകാൻ പാകമായ രൂപത്തിലാണ് ചന്ദ്രനെ അള്ളാഹു ഭൂമിയുടെ ഉപഗ്രഹമായിട്ട് അള്ളാഹു വെച്ചിരിക്കുന്നത്. അപ്പോ ചില സമയങ്ങളിൽ ഈ ചന്ദ്രന്റെയും ഭൂമിക്കുമിടയിൽ സൂര്യന്റെയും ചന്ദ്രന്റെയും ഇടയിൽ ഭൂമി വരുമ്പോൾ ആ ചന്ദ്രന് ഈ വെളിച്ചത്തെ സ്വീകരിക്കാൻ പറ്റാത്ത അവസ്ഥ വരികയും അത് പൂർണ്ണ ഇരുട്ടിലേക്ക് പോകുകയും ചെയ്യാണ്. ഇതേപോലെ മനുഷ്യന് ചില അതിനെ അള്ളാഹു ഹൃദയത്തെ അത് നൂറിനെ ലൗകിനെ സ്വീകരിക്കാൻ പറ്റുന്ന ഒന്നാക്കി മാറ്റുകയും, എന്നാൽ മനുഷ്യൻ തന്നെ അവന്റെ ചില തെറ്റായ സമീപനങ്ങളെ കൊണ്ട് അതിന്റെ മുമ്പിൽ അവൻ സ്വയം മറയിടുമ്പോൾ ലൗകിനെ സ്വീകരിക്കാൻ പറ്റാത്ത അത് നൂറിനെ തിരിച്ച് പരിസരങ്ങളിലേക്ക് അവന്റെ ചുറ്റുപാടിലേക്ക് പ്രസരിപ്പിക്കാൻ സാധിക്കാത്ത രൂപത്തിൽ അവൻ തന്നെ അവന്റെ ഹൃദയത്തെ മാറ്റുന്നു. അപ്പൊ ഇവിടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഇത് പറയുന്ന ഒരു 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 മഹാപ്രഭ അവർക്ക് മുമ്പിലേക്ക് വരുന്നു. റസൂലുള്ളയോട് ആ ഹൃദയം അത് സ്വീകരിക്കാൻ പാകമാണെങ്കിലും അവർ മുമ്പ് പറഞ്ഞുകൊണ്ടേയിരുന്നു, ഞങ്ങൾക്കൊരു പ്രവാചകൻ വരാൻ പോകുന്നുണ്ട്, ആ പ്രവാചകനിലൂടെ നിങ്ങൾക്ക് മുകളിൽ ഞങ്ങൾ ആധിപത്യം നേടും, നിങ്ങളെ ഞങ്ങൾ ഇല്ലായ്മ ചെയ്യും എന്നെല്ലാം പറഞ്ഞുകൊണ്ട് അവര് ആ സമൂഹങ്ങളോട് വേദക്കാരല്ലാത്ത ശിർക്കിയൻ സമൂഹത്തോട് അവർ നിരന്തരം സംവദിച്ചു കൊണ്ടേയിരുന്നു. അപ്പൊ പ്രവാചകൻ എന്ന് പറയുന്ന ജ്വാലയുള്ള റിസാലത്തിന്റെ മഹത്തായ ജ്വാലയുള്ള പ്രവാചകൻ കടന്നു വരുമ്പോൾ ആ പ്രവാചകനോട് പിന്നീട് ഇവർ സ്വീകരിക്കുന്ന ഒരു മാനസികാവസ്ഥയെ അള്ളാഹു പറയാണ്. അവര് വരികയും അവരുടെ മനസ്സ് അതിനെക്കുറിച്ച് അതിനെ സ്വീകരിക്കാൻ പാകമുള്ള ഒന്നായിരുന്നെങ്കിലും അവര് പ്രവാചകൻ എത്തുന്നതോടുകൂടി പിന്നീട് അവർ തന്നെ അവരുടെ അഹങ്കാരം, അഹന്ത, അതുപോലെ തന്നെ അവരുടെ വൈര്യം, ഇത്തരത്തിലുള്ള ഒട്ടനവധി ഇരുട്ടുകളെ കൊണ്ട് അതിന്റെ മുമ്പിൽ അവർ മറയിടുകയും ആ ലൗഇനെ സ്വീകരിച്ച് ഹൃദയം വെളിച്ചമുള്ളതായി മാറുകയും ആ വെളിച്ചം മറ്റുള്ളവർക്ക് പകരാൻ പറ്റാത്ത രൂപത്തിലേക്ക് ഈ ഹൃദയം മാറിപ്പോകുകയും ചെയ്യുന്നു. അപ്പൊ അതുകൊണ്ടാണ് അള്ളാഹു ഇവിടെ ഈ ആയത്ത് അവസാനിക്കുമ്പോൾ വതറക്കഹും ഫീ ളുലുമാത്തിൻ എന്ന് അള്ളാഹു ഉപയോഗിച്ചത്. അതുപോലെ തന്നെ ലൊലാമിന്റെ പ്ലൂറലായിട്ട് അള്ളാഹു ളുലുമാത്ത് എന്ന് ഉപയോഗിച്ചത്. കാരണം ഫീ ലൊലാമിഹിം എന്നാണ് ശരിക്കും ഉപയോഗിക്കേണ്ടത്. എന്നാൽ ഫീ ളുലുമാത്തിഹിം അവരുടെ നൂറിനെ അള്ളാഹു അങ്ങ് എടുത്തു കളഞ്ഞു. എന്നിട്ട് തറക്കുഹും അള്ളാഹു അവരെ ഉപേക്ഷിക്കുകയാണ്. എന്തില്? ഫീ ളുലുമാത്തിൻ ഇരുട്ടുകൾക്ക് മുകളിൽ ഇരുട്ടുകളായുള്ള ഒരു അവസ്ഥയിൽ അവരെ അള്ളാഹു ഉപേക്ഷിക്കുകയാണ്. അപ്പൊ ഈ ളുലുമാത്ത് എന്താണ് ഇവിടെ ഫീ വലാമിഹിം എന്ന് പറയുന്നതിന് പകരം ഫീ ളുലുമാത്തിഹിം എന്ന് പറയുമ്പോൾ ആ ഇരുട്ടുകൾ, എന്തൊക്കെ ഇരുട്ടുകളാണ് അവരുടെ ഹൃദയത്തെ ബാധിച്ചത്, അല്ലെങ്കിൽ ആ പ്രകാശത്തെ സ്വീകരിക്കാൻ, അല്ലെങ്കിൽ ആ വെളിച്ചത്തെ സ്വീകരിക്കുവാൻ പറ്റാത്ത രൂപത്തിൽ ആ ഹൃദയം അങ്ങ് ഇരുട്ടുകളിലേക്ക് മാറിപ്പോകുവാൻ കാരണമായത് എന്തൊക്കെയാണ്? അപ്പൊ എന്തിൻ്റെയൊക്കെ ഇരുട്ടാണുള്ളത്? അവിടെ ഇമാം ഷഅറാവി ഈ ളുലുമാത്ത് എന്ന് പറയുന്നതിന് അവരുടെ പകയുടെ ഇരുട്ട്, അതുപോലെ തന്നെ വൈര്യത്തിന്റെ ഇരുട്ട്, പ്രവാചകനോടുള്ള പ്രവാചകന് നിഷ്കാസനം ചെയ്യാനുള്ള ഹിഖ്ദിന്റെ, അതുപോലെ തന്നെ മക്റിന്റെ എല്ലാം തന്നെ ഇരുട്ടാണ് ഇവരുടെ ഹൃദയത്തെ ബാധിച്ചത് എന്ന് വിശദീകരിക്കുന്നുണ്ട്. അപ്പൊ നമ്മുടെ ഹൃദയം റസൂല പറയുന്നുണ്ടല്ലോ, നിങ്ങളുടെ ശരീരത്തിൽ ഒരു ഒരു മാംസപിണ്ഡമുണ്ട്, വൈദാ സ്വലഹത്ത് സ്വലഹൽ ജസദു കുല്ലുഹു, അത് ശരിയാകുകയാണെങ്കിൽ, അത് നന്നായി നിൽക്കുകയാണെങ്കിൽ ശരീരം മുഴുവനും നേരാവും. ഇല്ല, അതെങ്ങാനും കെട്ടുകഴിഞ്ഞാൽ ശരീരം മുഴുവനും കെട്ടുപോകുമെന്ന് റസൂലുള്ളാഹി പറയുന്നു. വൈദാ ഫസദൽ ജസദു കുല്ലുഹു അലാ വഹിയൽ ഖൽബ്, അത് ഹൃദയമാണ്. അപ്പൊ ഹൃദയം എപ്പോഴതുകൊണ്ടാണ് നമ്മൾ പ്രാർത്ഥിക്കാൻ വേണ്ടി അല്ലാഹുമ്മ സബ്ബിത് ഖൽബി അലാ ദീനിക,
എന്നല്ല നമ്മൾ പ്രാർത്ഥിക്കുന്നത്. അതുപോലെ തന്നെ പടച്ചോനെ എനിക്ക് നൂറിനെ ഇനി അധികരിപ്പിച്ച് നൽകണമേ എന്നുള്ള പ്രാർത്ഥനകളിലും നടത്താൻ വേണ്ടി പറയുന്നത് റസൂലുള്ളാഹിന്റെ പ്രത്യേക പ്രാർത്ഥനയാണ്. അല്ലാഹുമ്മ ജൽഫി ഖൽബി നൂറ, പടച്ചോനെ എന്റെ കൽബിൽ പടച്ചോനെ നീ നൂറിനെ, പ്രകാശത്തെ നീ നിറക്കണമേ. പിന്നെ എന്റെ കണ്ണിൽ, എന്റെ കേൾവിയിൽ എന്നെ തന്നെയും നീ പ്രകാശപൂർണമാക്കണമേ എന്ന് റസൂൽ എപ്പോഴും പ്രാർത്ഥിക്കുമായിരുന്നു. അപ്പോ ഈ ഹൃദയത്തിന് പ്രകാശം ലഭിക്കുവാൻ, അഥവാ അള്ളാഹുവിന്റെ റിസാലത്തിൽ നിന്ന്, വഹയിൽ നിന്ന്, അമ്പിയാക്കന്മാരിൽ നിന്നുള്ള ആ മഹാ പ്രോജ്വലിക്കുന്ന ആ മഹാസന്ദേശങ്ങളിൽ നിന്നും ഹൃദയത്തിന് വെളിച്ചം ലഭിക്കണമെങ്കിൽ ഈ പറഞ്ഞ തിന്മകളൊന്നും തന്നെ ഹൃദയത്തിൽ ഉണ്ടാകാൻ പാടില്ല, അസൂയ ഉണ്ടാകാൻ പാടില്ല. അപ്പൊ അസൂയ ഉണ്ടായിക്കഴിഞ്ഞാൽ എന്താ, നമ്മൾ മുമ്പ് പറഞ്ഞിട്ടുണ്ട് ഹസദിന്റെ അപകടം എന്താണെന്ന്. അൽ ഹസദ് പിന്നെ ഉക്കുലുൽ ഹസനാത്തി കമായ ഉക്കുലുന്നാറുൽ ഹതബ, അതെല്ലാ നന്മകളെയും കുന്നുകളെയും, വിറക് എപ്രകാരം അഗ്നി എപ്രകാരം വിറകിനെ പിന്നെ തിന്നുകളയുന്നുവോ അതുപോലെ മനസ്സിൽ അസൂയുണ്ടെങ്കിൽ അതെല്ലാത്തിനെയും നശിപ്പിച്ചു കളയും. അതുപോലെ തന്നെ നമ്മുടെ മനസ്സ് മറ്റുള്ളവരോട് പകയാൽ പിന്നെ അതിങ്ങനെ നിറഞ്ഞു നിൽക്കുന്നതാണെങ്കിൽ നമ്മൾ ജീവിതം എപ്പോഴും പിന്നെ അസന്തുഷ്ടമായിരിക്കും. അതുപോലെ തന്നെ അത് സങ്കീർണമായിരിക്കും. അപ്പോ ഹൃദയത്തെ ബാധിക്കുന്ന കുറെ രോഗങ്ങളുണ്ട്. ഈ ശുദ്ധിയെ കുറിച്ച് പറയുന്നിടത്ത് ഹിസ്സിയും മാനവിയുമായ രണ്ട് തലങ്ങളെ പണ്ഡിതന്മാർ വ്യാഖ്യാനിക്കുന്നുണ്ട്. മാനവി എന്ന് പറഞ്ഞാൽ അശുദ്ധി രണ്ട് തരത്തിലാണ്. ഒന്ന് പിന്നെ പ്രത്യക്ഷത്തിലുള്ള നജിസ്, മറ്റൊന്ന് നമുക്ക് പിന്നെ നമ്മുടെ അവയവങ്ങളെ ശുദ്ധി വരുത്തിക്കൊണ്ട് അല്ലെങ്കിൽ അംഗസ്നാനം വരുത്തിക്കൊണ്ട് എടുക്കേണ്ട ചില പിന്നെ അശുദ്ധികൾ. അപ്പോ ഇവിടെ മാനവീയായ അശുദ്ധിയിൽപ്പെട്ടതാണ് ഷിർക്ക്, അതുപോലെ തന്നെ കിബിർ, പിന്നെ അസൂയ, പക, വൈര്യം തുടങ്ങിയതെല്ലാം തന്നെ. ഇതെല്ലാം ഇരുട്ടാണ്. മനസ്സിന് ഒരിക്കലും തന്നെ നന്മ സ്വീകരിക്കാൻ പറ്റാത്ത രൂപത്തിൽ, അല്ലെങ്കിൽ മനസ്സ് ശാന്തമായിരിക്കാൻ കഴിയാത്ത രൂപത്തിൽ മനുഷ്യൻ തന്നെ സ്വയം സങ്കീർണതകളിലേക്ക് അവനെ തന്നെ എടുത്തെറിയുന്ന, അവനെ തന്നെ സങ്കീർണതകൾക്കിടയിൽ കൊണ്ടുപോയിട്ട് അവനെ തന്നെ നാട്ടുന്ന അപകടകരമായ അവസ്ഥാവിശേഷങ്ങളാണ് ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം തന്നെ. ഒരു പ്രവാചകനുമായിട്ട് ഇത്തരത്തിലുള്ള പിന്നെ തിന്മകളെ, മാനസിക തിന്മകളെ ഒരു മനുഷ്യൻ പ്രയോഗിച്ചു കഴിഞ്ഞാൽ അതെല്ലാം തന്നെ ആ പ്രവാചകനിൽ നിന്നും, ആ പ്രവാചകൻ എന്ന് പറയുന്ന ലൗകിൽ നിന്നും നൂറിനെ സ്വീകരിക്കാൻ പറ്റാത്ത രൂപത്തിൽ ഹൃദയത്തിനും ആ ലൗകിനും ഇടയിൽ ഒരു മറയായി നിൽക്കും. അത് ഹൃദയത്തെ എന്താക്കും, ഒരു എങ്ങനെയാണോ പിന്നെ ഭൂമി ചന്ദ്രനിടയിൽ വന്ന് ഒരു ഗ്രഹണം സംഭവിക്കുന്ന സമയത്ത് ഒരു ചന്ദ്രഗ്രഹണം അതിനെ പൂർണ്ണമായിട്ട് ഇരുട്ടിലേക്ക് തള്ളുന്ന രൂപത്തിൽ അതിനെ മാറ്റപ്പെടുന്നുവോ, അതുപോലെ നമ്മുടെ ഹൃദയത്തെ ഈ പറഞ്ഞ ഗുലുമാത്തുകൾ, ഈ പിന്നെ തെറ്റായ രൂപത്തിലുള്ള ചിന്തകള്, വികാരങ്ങള്, വിചാരങ്ങള് എല്ലാം തന്നെ മനസ്സെന്ന് പറയുന്ന ആ മിനുസ പ്രതലത്തിൽ പിന്നെ ലൗകിനെ സ്വീകരിച്ച് അത് മറ്റുള്ളവരിലേക്ക് പ്രതിഫലിപ്പിക്കാൻ പറ്റാത്ത രൂപത്തിൽ ഇരുട്ടിലേക്ക് അതിനെ തള്ളപ്പെടും. അപ്പൊ മനോഹരമായിട്ടാണ് നിഫാഖിനെ അള്ളാഹു ഈ ഒരു ഉദാഹരണത്തിലൂടെ അള്ളാഹു എടുത്തു പറയുന്നത്. അപ്പൊ ഇതുപോലെ നമ്മൾ ധാരാളം പിന്നെ ഉദാഹരണങ്ങൾ അള്ളാഹു വിശുദ്ധ അൽ മസൽ എന്ന് പറഞ്ഞിട്ട് വിശദീകരിക്കുന്നുണ്ട്. അപ്പൊ നമുക്ക് നമ്മൾ സൂറത്ത് കഹ്ഫിൽ തന്നെ നമ്മൾ ജീവിതത്തിന്റെ, ഭൗതിക ജീവിതത്തെ അള്ളാഹു എങ്ങനെയാണ് ഒപ്പിക്കുന്നത് എന്ന് നമ്മൾ മുമ്പ് വിശദീകരിച്ചിട്ടുണ്ട് അല്ലെ. മസലുൽ മസലുൽ ഹയാത്ത് എങ്ങനെയാണ്, ഹയാത്തി ദുനിയ കമാഇൻ, എങ്ങനെയാണ് ആയത്ത് തുടങ്ങുന്നത്? അൻസൽനാഹു മിനസ് സമാഇ ഫഖ്തലത ബിഹി എന്ന് പറഞ്ഞിട്ട് നമ്മൾ ഒരു ആയത്തിൽ വിശദീകരിച്ചില്ലേ സൂറത്ത് കഹ്ഫിൽ തന്നെ. മസലുൽ ഹയാത്തി ദുനിയ, ഈ ഭൗതിക ലോക ജീവിതത്തിന്റെ ഉപമ. അപ്പൊ ജീവിതത്തെ അള്ളാഹു ഉപമിക്കുന്നു. അത് നമ്മൾ നന്നായി വിശദീകരിച്ചു പോയിട്ടുണ്ട്. അതുപോലെ തന്നെ അള്ളാഹുവിന്റെ നൂറിനെ തന്നെ വിശദീകരിക്കുന്നുണ്ട്. മസലു നൂരിഹി കമിഷ്കാത്തിൻ ഫീഹാ മിസ്ബാഹുൻ അൽ മിസ്ബാഹു ഫീ സുജാജത്തിൻ അസ്സുജാജത്തു കഅന്നഹാ കൗകബുൻ ദുർറിയുൻ എന്ന് പറഞ്ഞിട്ട് അള്ളാഹുവിന്റെ നൂറിനെ തന്നെ അള്ളാഹു വിശദീകരിക്കുന്നുണ്ട്. മനുഷ്യൻ അവന്റെ ചിന്ത പോലും ഭ്രംശനം കൊള്ളുമാത്രയിലുള്ള മനോഹരമായ രൂപത്തിൽ അള്ളാഹു ആ വെളിച്ചത്തെ തന്നെ അള്ളാഹു വർണ്ണിക്കുകയാണ്. അത് ഒരിക്കലും പിന്നെ ഒന്നുകൊണ്ടും പിന്നെ അത് സ്വയം തന്നെ പിന്നെ പ്രഭ ചൊരിയുന്ന, പ്രകാശം പരത്തുന്ന ഒരു മഹാപ്രഭയെ കുറിച്ച് അള്ളാഹുവിന്റെ നൂറിനെ തന്നെ വിശദീകരിക്കുന്നു. അള്ളാഹു നൂറാണെന്ന് പറഞ്ഞിട്ട് അതിനെ വിശദീകരിക്കുന്നുണ്ട്. ഇങ്ങനെ ധാരാളം ഇടങ്ങളിൽ അള്ളാഹുവിന്റെ കാരുണ്യത്തിന്റെ ഭാഗമായി
മനുഷ്യന് അള്ളാഹു എന്താണ്, എങ്ങനെയാണ് നിങ്ങൾ കാര്യങ്ങളെ മനസ്സിലാക്കേണ്ടത്, അതിനെങ്ങനെയാണ് നിങ്ങൾ ഉൾക്കൊള്ളേണ്ടത് എന്ന് മനുഷ്യന് പറഞ്ഞു കൊടുക്കാൻ ധാരാളം ഉപമകൾ വിശദീകരിക്കുന്നത് നമുക്ക് കാണാൻ പറ്റും. അതുപോലെ തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഇതുപോലെ ഉപമകൾ പറഞ്ഞുകൊണ്ട് കാര്യങ്ങളെ വിശദീകരിക്കുന്നുണ്ട്, അല്ലെ? നമുക്കറിയാം റസൂലുള്ള പിന്നെ റസൂലുള്ളാന്റെ ആഗമനത്തെ കുറിച്ച്, മനുഷ്യർക്കിടയിലെ പ്രവാചകന്റെ ജീവിത ഇടപെടലിനെ കുറിച്ച് റസൂലുള്ള പറയുന്നിടത്ത് ജാബിർ ബിൻ അബ്ദുള്ള ഉദ്ധരിക്കുന്ന ഒരു ഹദീസിൽ, റളിയല്ലാഹു അൻഹു ഉദ്ധരിക്കുന്ന ഹദീസിൽ കാണാം, മസലീം വ മസലുക്കും, എന്റെയും നിങ്ങളുടെയും ഉപമ കമസലി റജുലിൻ ഔഖദ നാറൻ, നമ്മൾ ഈ പറഞ്ഞതുപോലെ ഒരാള് തീ കത്തിച്ചു, ഫജഅലൽ പിന്നെ എന്താണ് ഫജഅലൽ ഫറാഷു വൽ ജനാദീബു യഖഅന ഫീഹാ വഹുവ യദുബ്ബുഹുന്ന അൻഹാ വഅന ആഖിദുൻ ബി ഹുജ്സികും അനിന്നാരി വ അൻതും തഫ്ലിതൂന മിയദൈ എന്ന് പറഞ്ഞിട്ട് റസൂലുള്ള മനോഹരമായ ഒരു ഉദാഹരണത്തിലൂടെ മനുഷ്യനുമായിട്ടുള്ള പ്രവാചകന്റെ ഇടപെടലിനെ റസൂലുള്ള വിശദീകരിക്കുന്നുണ്ട്. ഇവിടെയും പിന്നെ ഹദീസിന്റെ പണ്ഡിതന്മാര് ഇതിനെ വിശദീകരിക്കുന്നിടത്ത് റസൂലുള്ള എങ്ങനെയാണ് മനുഷ്യനോട് അവരോടുള്ള കാരുണ്യത്തെ പ്രകടിപ്പിക്കുന്നത്, എങ്ങനെയാണ് പ്രവാചകന്മാർ കാരുണ്യമായി മാറുന്നത്, എത്രമാത്രം അഗാധമായിട്ടാണ് മനുഷ്യരോടുള്ള സ്നേഹവും മനുഷ്യരോടുള്ള കാരുണ്യവും പ്രവാചകന്മാർ പ്രകടിപ്പിക്കുന്നത് എന്നുള്ളതിനുള്ള ഏറ്റവും വലിയ ഉദാഹരണമായിട്ട് ഈ ഹദീസിനെ നമ്മൾ ഈ പറഞ്ഞതുപോലെ അള്ളാഹു എങ്ങനെ മനുഷ്യരോടുള്ള കാരുണ്യമായി ഉപമകൾ പറഞ്ഞു കൊടുത്തുകൊണ്ട് മനുഷ്യന്റെ ചിന്തക്ക് അള്ളാഹു വെളിച്ചം നൽകുന്നുവോ, ഇതുപോലെ ഒരു പ്രവാചകനും കാരുണ്യമായി വന്ന്, നമ്മൾ പ്രവാചകന്മാരുടെ കാരുണ്യത്തെ കുറിച്ച് പറഞ്ഞെടുത്ത് ഇമാം ഖുർത്തുബിയുടെ ഒരു വിശദീകരണം നമ്മൾ മുമ്പ് പറഞ്ഞിട്ടുണ്ട്. അലം ഖുലിഖൽ അംബിയാ ഉലിർ റഹ്മത്തി മുഹമ്മദുൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ഖുലിഖ ബിനഫ്സിഹിർ റഹ്മ, എല്ലാ അമ്പിയാക്കന്മാരും കാരുണ്യത്തിന് വേണ്ടി സൃഷ്ടിക്കപ്പെട്ടവരാണ്, എന്നാൽ മുഹമ്മദിനെ സല്ലല്ലാഹു അലൈഹി വസല്ലം കാരുണ്യമായി തന്നെ അള്ളാഹു സൃഷ്ടിച്ചു എന്ന് പറഞ്ഞുകൊണ്ട് മാർസൽനാക ഇല്ലാ റഹ്മത്തൽ ലിൽ ആലമീൻ, ലോകർക്ക് കാരുണ്യമായിട്ടാണ് നബിയെ അങ്ങയെ നാം നിയോഗിച്ചത് എന്ന് പറയുന്ന ഭാഗത്തെ ഇമാം ഖുർത്തുബി അങ്ങനെ വിശദീകരിക്കുന്നുണ്ട്. എല്ലാ അമ്പിയാക്കന്മാരെയും റഹ്മത്തിന് വേണ്ടി സൃഷ്ടിച്ചു, മുഹമ്മദിനെ സല്ലല്ലാഹു അലൈഹി വസല്ലം റഹ്മത്തായി കൊണ്ട് തന്നെ നാം സൃഷ്ടിച്ചു എന്ന്. അങ്ങനെ ആ പ്രവാചകൻ എത്രമാത്രം മനുഷ്യരോട് അവരോടുള്ള കാരുണ്യത്തെ, അവരുടെ ദൃഷ്ടിക്കപ്പുറം, മനുഷ്യന്റെ എല്ലാം പ്രശ്നങ്ങൾ എന്താണ് നമ്മളിവിടെ ധാരാളം പറഞ്ഞുപോയി, അവന്റെ പ്രശ്നങ്ങള് അവൻ നാളെ അഭിമുഖീകരിക്കുന്ന ഒരു ലോകത്തെക്കുറിച്ചുള്ള അറിവില്ലായ്മയാണ്, അല്ലെങ്കിൽ അതിനോടുള്ള ഒരു നിഷേധാത്മക സമീപനമാണ് മനുഷ്യന്റെ പ്രശ്നം. അതുകൊണ്ടാണ് മനുഷ്യൻ ഈ ഭൂമിയിൽ അക്രമിയും അഹങ്കാരിയും എല്ലുമായിട്ട് മനുഷ്യൻ മാറുന്നത്. എന്റെ ജീവിതം ചോദ്യം ചെയ്യപ്പെടുന്നതല്ല, ഇവിടെ ഈ ജീവിതം ഞാൻ ഇച്ഛിക്കുന്നത് പോലെ, ഞാൻ ആഗ്രഹിക്കുന്നത് പോലെ, എന്റെ ഇഷ്ടാനുസരണം എന്റെ ജീവിതം എനിക്ക് ചെലവഴിക്കാം, അതിനുള്ളതാണ് എന്റെ ജീവിതം എന്ന് തെറ്റിദ്ധരിക്കുന്ന മനുഷ്യൻ, അതിനു വേണ്ടി അവൻ മറ്റുള്ളവനെ വിസ്മരിക്കുകയും എല്ലാ ധർമ്മങ്ങളെയും ബലി കൊടുക്കുകയും എല്ലാ സത്യങ്ങളെയും നിഷ്കാസനം ചെയ്ത് അവന്റെ താല്പര്യങ്ങൾ മാത്രം സംരക്ഷിക്കുവാനുള്ള പരിശ്രമത്തിൽ അവൻ മഹാ അഹങ്കാരിയും ധിക്കാരിയും അതുപോലെ തന്നെ തോന്നിവാസിയല്ലായിട്ട് മനുഷ്യൻ മാറും. ആ ലോകത്തെ വിസ്മരിക്കുമ്പോൾ അവിടെ പ്രവാചകന്മാർ അടിസ്ഥാനപരമായിട്ട് ഭൂമിയിൽ വരുന്നത് തന്നെ, അള്ളാഹു വിശുദ്ധ ഖുർആൻ നിങ്ങൾ മൊത്തത്തിൽ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ തന്നെ അള്ളാഹു ഈ യൗമുൽ ഖിയാമയെ കൂടുതലായിട്ട് പറഞ്ഞു പോകുന്നത് കാണാൻ പറ്റും. എല്ലാ പ്രവാചകന്മാരും ആ ലോകത്തെ കൂടുതലായിട്ട് വിശദീകരിച്ച് പോകുന്നത് കാണാൻ പറ്റും. ഖുർആന്റെ മൊത്തം നോക്കുകയാണെങ്കിൽ തന്നെ അന്ത്യനാളിനെ കുറിച്ചുള്ള ചർച്ചക്കാരും ഏറ്റവും കൂടുതൽ. അവസാന ഭാഗങ്ങളിലേക്ക് പോകുമ്പോൾ അതിനെക്കുറിച്ച് തന്നെയാണ് അള്ളാഹു പറഞ്ഞു പോകുന്നത്. ജീവിതവും മരണവും മരണാനന്തരവും നിരന്തരം അള്ളാഹു പറഞ്ഞു പോവുകയാണ്. ആ ലോകത്തെ തിരിച്ചറിയുക എന്നുള്ളത്, ആ ലോകത്തെക്കുറിച്ച് വ്യക്തമായ കാഴ്ചപ്പാടും വ്യക്തമായ ബോധവും ഉണ്ടാകുക എന്നുള്ളത് നമ്മുടെ ജീവിതത്തെ വെളിച്ചപൂർണമാക്കുവാൻ അനിവാര്യമാണ്. അത് നമ്മുടെ ജീവിതത്തെ നൂറിനാൽ വെളിച്ചത്താൽ അതിനെ നിലനിർത്തുവാൻ അനിവാര്യമാണ്. അതില്ലെങ്കിൽ നമ്മൾ അക്രമികളായി പോകും. മനുഷ്യനെ എല്ലാ വൃത്തികേടിന്റെയും കൂട്ടാളിയായിട്ട് മനുഷ്യൻ മാറും. ഇവിടെ പ്രവാചകന്മാർ റസൂലുള്ള തന്നെ ഉപമിക്കുന്നത് തന്നെ ഒരു അഗ്നി കത്തിച്ച, ഒരു അഗ്നിക്ക് തീ കൊളുത്തിയ ഒരു മനുഷ്യനെ പോലെയാണ് അദ്ദേഹം. അദ്ദേഹം അത് ആ തീ കത്തി തുടങ്ങിയതോടു കൂടിയിട്ട്
പിന്നെ പുൽച്ചാടികളും അതുപോലെ തന്നെ മറ്റു പ്രാണികളുമെല്ലാം തന്നെ അതിലിങ്ങനെ പിന്നെ പാറി വന്ന് വീഴുകയാണ്. എന്നിട്ട് വഹുവ യദുബ്ബുഹുന്ന അൻഹ, ആ മനുഷ്യന് അതിന്റെ അടുത്ത് നിന്ന് കുറെ അയാളുടെ കൈകളെ കൊണ്ട് തട്ടി മാറ്റുന്നുണ്ട് ആ തീയിൽ വീഴാതിരിക്കാൻ. ആ പുൽച്ചാടികൾ, അവിടെയുള്ള പ്രാണികളെല്ലാം തന്നെ അതിൽ വീഴാതിരിക്കാൻ അയാൾ ഇങ്ങനെ തട്ടി മാറ്റുന്നുണ്ട്. പക്ഷേ അത് എന്നിട്ടും അതിങ്ങനെ വരികയാണ്. റസൂല പറയാണ്, അന ആഖിദും ബിഹുജ്സിക്കും, ഞാൻ നിങ്ങളുടെ ആ പിന്നെ എന്താണ് അരക്കെട്ട് പിടിച്ച് ഞാൻ നിങ്ങളെ രക്ഷിക്കുകയാണ്, അരിനാരി നരകത്തിൽ നിന്ന്. അൻതും തുഫ്ലിത്തൂന മീ യദൈ, എന്റെ കയ്യിലും നിങ്ങൾ ആ അഗ്നിയിലേക്ക് ചാടിക്കൊണ്ടിരിക്കുന്നു, നിങ്ങൾ തെറിച്ച് വീണുകൊണ്ടിരിക്കുന്നു, നിങ്ങൾ കുതറി അതിൽ വീണുകൊണ്ടിരിക്കുന്നു എന്ന്. അപ്പോ മനുഷ്യരെ നരകത്തിൽ നിന്ന് രക്ഷിക്കുവാൻ വേണ്ടി വന്നതാണ് ഞാനെന്ന് റസൂലുള്ളാഹി പറയാണ് അല്ലെ. വിശുദ്ധ ഖുർആൻ ഇത് പറയുന്നുണ്ട്. വകുൻതും അലാ ശഫാ ഹുഫ്റത്തിൻ മിനൻ നാരി ഫഅൻഖദകും മിൻഹാ, നിങ്ങൾ നരകാഗ്നിയുടെ വക്കിലായിരുന്നു, അങ്ങനെ അതിൽ നിന്ന് ഞാൻ നിങ്ങളെ രക്ഷിച്ചു എന്ന് പറഞ്ഞുകൊണ്ട് വിശുദ്ധ ഖുർആൻ തന്നെ മുഹമ്മദ് റസൂലുള്ളാഹിന്റെ ആഗമനത്തെ കുറിച്ച് പറയുന്നിടത്ത്, മനുഷ്യർക്കിടയിലുള്ള പ്രവാചകന്റെ ദൗത്യത്തെ കുറിച്ച് പറയുന്നിടത്ത് പറയുന്നുണ്ട്. അപ്പൊ നമ്മൾ ഇവിടെ തന്നെ നോക്കൂ, ഈ ആയത്തിന്റെ മുമ്പ് പറഞ്ഞു വന്നതെല്ലാം യൗമുൽ ഖിയാമയെ കുറിച്ചാണ്. എങ്ങനെയാണ് പിന്നെ യൗമുൽ ഖിയാമയെ അള്ളാഹു അന്ത്യനാളിനെ എങ്ങനെയാണ് കൊണ്ടുവരുന്നതെന്നും ആ സമയത്ത് ഈ ഭൂതലത്തെ ഏത് രൂപത്തിലാണ് അള്ളാഹു അതിനെ സംവിധാനിക്കുക എന്നും മലകളെയും പർവ്വതങ്ങളുമെല്ലാം എങ്ങനെയാണ് ഇടിച്ച് നിരപ്പാക്കി എങ്ങനെയാണ് അതിനെ കാല് വെച്ചാൽ വഴുതിപ്പോകുന്ന രൂപത്തിൽ ആ മിനുസമാർന്ന ഭൂതലമാക്കി അള്ളാഹു എങ്ങനെ മാറ്റുമെന്നും പിന്നീട് മനുഷ്യരെ എങ്ങനെയാണ് അള്ളാഹു യൗമുൽ ഖിയാമയിൽ മഹ്ശറയിലേക്ക് കൊണ്ടുവരിക എന്നും എങ്ങനെയാണ് അവന്റെ കൈകളിലേക്ക് അവന്റെ വേദങ്ങൾ നൽകുക എന്നെല്ലാം ഇതിനു മുമ്പ് നമ്മൾ പറഞ്ഞുപോയി. എന്നിട്ട് അള്ളാഹു വീണ്ടും അവനോട് ഓർമ്മിക്കുകയാണ്, അവനോട് കാര്യങ്ങൾ വീണ്ടും പറഞ്ഞു കൊടുക്കുകയാണ്. സത്യത്തിൽ ഈ സൂറത്ത് കഹ്ഫിന്റെ രണ്ടാം ഭാഗം തുടങ്ങുന്നത് തന്നെ എങ്ങനെയാണ്? അല്ലേ? പിന്നെ വദ്രിബ് ലഹും മസലർ റജുലൈനി ജഅൽനാ ലി അഹദിഹിമാ ജന്നത്തൈനി എന്ന് പറഞ്ഞിട്ടാണ് തുടങ്ങുന്നത്. അള്ളാഹു മനോഹരമായ ഉപമ പറഞ്ഞുകൊണ്ടാണ്. രണ്ട് വ്യക്തികളെ മുമ്പിൽ വെച്ചുകൊണ്ട് അന്ത്യനാൾ വരേക്കുമുള്ള മനുഷ്യ കുടുംബത്തിന് രണ്ട് മനുഷ്യരെ അടയാളമാക്കി വെച്ചു കൊടുത്തിട്ട് എങ്ങനെയായിരിക്കണം അള്ളാഹുമായിട്ടുള്ള നിങ്ങളുടെ ഇടപെടൽ എങ്ങനെയായിരിക്കണം, പടച്ചവനോടുള്ള നിങ്ങൾക്ക് ലഭിക്കുന്ന അനുഗ്രഹങ്ങളിൽ നിങ്ങൾക്ക് ലഭിച്ച ഈ ജീവിതത്തോട് ഈ പിന്നെ അതുപോലെ തന്നെ ഈ സമയത്തോട് അതിൻ്റെ ഉള്ളിൽ പിന്നെ നിങ്ങളുടേതെന്ന് പറഞ്ഞുണ്ടാക്കുന്ന അള്ളാഹുവിന്റെ റുബൂബിയത്തിന്റെ ഭാഗമായി നിങ്ങൾക്ക് ലഭിച്ച ഈ അനുഗ്രഹങ്ങളെല്ലാം തന്നെ എങ്ങനെയാണ് നിങ്ങൾ നോക്കിക്കാണേണ്ടത്, അതിനെ ഏത് രൂപത്തിലായിരിക്കണം നിങ്ങൾ വിലയിരുത്തേണ്ടത്, അത് ലഭിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ അതിനോട് സ്വീകരിക്കേണ്ട സമീപനം എന്തായിരിക്കണം എന്ന ഒരു ഭാഗമാണ് ഇതിന്റെ രണ്ടാമത്തെ ഭാഗങ്ങൾ പറഞ്ഞു പോകുന്നത്. അവിടെ നിന്നാണ് തുടങ്ങുന്നത്. അങ്ങനെ പിന്നെ അവിടെ ഒരു മനുഷ്യന്റെ തെറ്റായ സമീപനവും അവന് ലഭിച്ച അനുഗ്രഹങ്ങളോട് അയാൾ കാണിച്ച നിഷേധാത്മക സമീപനവും, എന്നാൽ അവിടെ ഒരു പിന്നെ തിരുത്തൽ വാദിയായി അയാളുടെ സമീപനത്തെ തിരുത്തിക്കൊണ്ട് കാരുണ്യമുള്ളവനായി നിൽക്കുന്ന മറ്റൊരു മനുഷ്യന്റെ ചിത്രവും അള്ളാഹു വരച്ചു കാട്ടുകയാണ്. ഇവിടെ വീണ്ടും അതെല്ലാം പറഞ്ഞു പോന്ന് ആ മനുഷ്യനെ ആ ഒരു രൂപത്തിലേക്ക് എത്തിക്കുന്നതിന്റെ അടിസ്ഥാന കാരണം അന്ത്യനാളിനെ വിസ്മരിച്ചതാണ് എന്ന് പറഞ്ഞു പോവുകയാണ്. അയാൾ ധിക്കാരപൂർവ്വം പറയാണ്, അങ്ങനെ യൗമുൽ ഖിയാമ ഇല്ല, അന്ത്യനാളില്ല. അങ്ങനെ ഉണ്ടെങ്കിൽ അയാളോട് ധിക്കാരം കൊണ്ട് വീണ്ടും പറയാണ്, ഇതിനേക്കാളും വീണ്ടും നല്ലത് എനിക്ക് അവിടെ തന്നോളൂ. അത് ആ മനുഷ്യനെ ഉപദേശിക്കുന്ന മനുഷ്യനെ പുച്ഛിച്ചുകൊണ്ട് അയാളെ എല്ലാ അർത്ഥത്തിലും കൊച്ചാക്കുന്ന രൂപത്തിലുള്ള വർത്തമാനവും സംസാരവും അയാൾ നടത്തുകയാണ്. എന്നാൽ പെടുന്നനെ വരുന്നൊരു മഹാ അപകടത്തിന് മുമ്പിൽ എല്ലാം നിഷ്പ്രഭമായി പോകുമ്പോൾ, എല്ലാം ഒരു മിഴിചിമ്മി തുറക്കുന്ന സമയം കൊണ്ട് എല്ലാം നഷ്ടപ്പെട്ടു പോകുമ്പോൾ നിലവിളിച്ചു നിൽക്കുന്ന ആ മനുഷ്യന്റെ മറ്റൊരു മുഖത്തെയും അള്ളാഹു കാണിക്കുകയാണ്. അപ്പോ ഇത് അങ്ങനെ പറഞ്ഞു വന്നിട്ടാണ് വീണ്ടും അള്ളാഹു യൗമുൽ ഖിയാമയെ കുറിച്ചെല്ലാം പിന്നെ പറഞ്ഞു വെക്കുന്നത്. എന്തുകൊണ്ട് മനുഷ്യൻ ഇത്തരത്തിലുള്ള നിഷേധാത്മക സമീപനം സ്വീകരിക്കുന്നു, അതിന്റെ അടിസ്ഥാന കാരണം എന്താണ്, എന്തുകൊണ്ടാണ് മനുഷ്യനെ അത്തരം ഒരു അവസ്ഥാവിശേഷത്തിലേക്ക് മനുഷ്യനെ നയിക്കുന്നത്? വളരെ മനോഹരമാണ് ഇതിന്റെ ഓരോ ആയത്തുകളും ഒന്ന് മറ്റൊന്നുമായിട്ട് അഗാധമായിട്ട് ബന്ധപ്പെട്ടു പോകുന്ന ഒരു പിന്നെ ഒരു ചരടുണ്ട് ഇതിന്റെ ഇടയിൽ. ഇതെല്ലാം എങ്ങനെയാണ്
ബന്ധിക്കുന്നത്. അത് നമ്മൾ മുമ്പ് പറഞ്ഞിട്ടുണ്ട്. ഇതൊന്നും വെറുതെ ഒരു ആയത്ത് ഒരു ആയത്തിന് ശേഷം മറ്റൊരു ആയത്ത് വെറുതെ അങ്ങ് പറഞ്ഞു പോവുകയല്ല. അതെല്ലാം തന്നെ അഗാധമായിട്ട് ബന്ധപ്പെട്ട് കിടക്കുന്നുണ്ട് എന്ന് നമ്മൾ ഇതിനു മുമ്പ് മറ്റൊരു ഭാഗം വിശദീകരിച്ചത് നമ്മൾ പറഞ്ഞിട്ടുണ്ട്. അപ്പോ പിന്നെ ഇവിടെ ഈ ഈ സൂറത്ത് കഹ്ഫിലെ ഈ രണ്ടാമത്തെ ചർച്ചാഭാഗം തുടങ്ങുന്നതും അള്ളാഹു ഒരു മനോഹരമായ ഒരു ഉപമ പറഞ്ഞ് രണ്ട് മനുഷ്യരെ മുമ്പിൽ വെച്ചിട്ടാണ്. ഇനി ഇത് അവസാനിക്കാൻ വേണ്ടി പോവുക രണ്ടാമത്തെ ചർച്ച. അവിടെ വീണ്ടും അള്ളാഹു പറയാണ്, വലഖദ് സർറഫ്ന, നാം ഇതാ നിങ്ങൾക്ക് നിരന്തരം പറഞ്ഞു തന്നുകൊണ്ടിരിക്കുകയാണ്, ഫിഹാദൽ ഖുർആനി, ഈ വേദത്തിൽ. ഖുർആനി എന്ന വാക്കിനെ നമ്മൾ മുമ്പ് വിശദീകരിച്ചിട്ടുണ്ട്, എന്താണ് ഖുർആനി എന്ന്. ഈ ഖുർആൻ എന്ന് പറയുമ്പോൾ ഖുർആന് അള്ളാഹു അന്ത്യവേദത്തിന് രണ്ട് പേരിലാണ്, അൽ കിതാബും പിന്നെ അൽ ഖുർആനും. ഖുർആൻ എന്ന് പറഞ്ഞാൽ അത് മനോബോധത്തിലേക്ക് നിക്ഷേപിക്കപ്പെടുന്നതാണ്. അൽ മഖ്റൂ, മനോബോധത്തിൽ നിന്ന് ഓതപ്പെടുന്നതാണെന്നും, കിതാബ് എന്ന് പറഞ്ഞാൽ അൽ മക്തൂബു, അത് എഴുതപ്പെട്ടതാണെന്നുമുള്ള രണ്ട് കാര്യങ്ങളെ ഇതിനു മുമ്പ് നമ്മൾ ഈ പറഞ്ഞതുപോലെ വിശദീകരിച്ചു പോയിട്ടുണ്ട്. അങ്ങനെ മനുഷ്യർക്ക്, ആരാണ് മനുഷ്യർ? അതാണ് നമ്മൾ കഴിഞ്ഞ ആഴ്ച പറഞ്ഞത്. ഇത് ഏതെങ്കിലും ഒരു പ്രത്യേക വിഭാഗത്തിന് വേണ്ടിയുള്ളതല്ല. ദൈവീക വചനങ്ങള് അത് ദൈവത്തിന്റെ സൃഷ്ടികൾക്കുള്ളതാണ്. അള്ളാഹു ഇതിലൂടെ സംവദിക്കുന്നത് മനുഷ്യരോടാണ്, അവന്റെ ശ്രേഷ്ഠ സൃഷ്ടികളോടാണ്, അവന്റെ ഉത്കൃഷ്ട സൃഷ്ടികളോടാണ് അള്ളാഹു അത് സംസാരിച്ചു കൊണ്ടിരിക്കുന്നത്. ഏതെങ്കിലും ഒരു വിഭാഗത്തിനുള്ളതല്ല. അതിനാൽ ഇതിനെ നമ്മുടേതായി ഞങ്ങളുടേത് എന്ന് പറഞ്ഞിട്ടുണ്ട്. ഇതിനെ മാറ്റിവെച്ച് മറ്റുള്ളവരിൽ നിന്നും നമ്മുടെ സഹജീവികളിൽ നിന്നും ഇതിനെ അകറ്റിവെക്കുന്ന ഒരു സമീപനം നമ്മൾ സ്വീകരിക്കാൻ പാടില്ല. അള്ളാഹു ആരോടാണോ സംവദിക്കുന്നത് അവന്റെ മുമ്പിൽ തന്നെ ഇത് തുറന്നു വെക്കുകയും നമ്മൾ മനസ്സിലാക്കിയ കാര്യങ്ങൾ, ഇതിൽ നിന്ന് നമ്മൾ സ്വീകരിച്ച വെളിച്ചത്തെ മറ്റുള്ളവർക്ക് കൂടി പകർന്നു കൊടുക്കാനുള്ള അറിവും അതുപോലെ തന്നെ ചിന്തയും ഇടപെടലുകൾ എല്ലാം നമ്മുടെ ഭാഗത്തിൽ നിന്നും ഉണ്ടാവണമെന്ന് നമ്മൾ കഴിഞ്ഞ ആഴ്ച നമ്മൾ ചെറിയ രൂപത്തിൽ വിശദീകരിച്ചു. മിൻകുല്ലി മസലിൻ, എല്ലാ ഉപമകളും, വക്കാനൽ ഇൻസാനു അക്സറ ശൈഇൻ ജദല, മനുഷ്യൻ തർക്കിച്ചുകൊണ്ടേയിരിക്കും. ഇതിനെ വിശദീകരിച്ചുകൊണ്ട് ഇമാം ഷഅറാവി പറയുന്നുണ്ട് ഈ അവസാന ഭാഗത്തെ, വക്കാനൽ ഇൻസാനു അക്സറ ശൈഇൻ ജദല. അതായത് അലി റളിയല്ലാഹു അൻഹു പിന്നെ തഹജ്ജുദിന് വേണ്ടി എഴുന്നേൽക്കുവാന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങള് അലി റളിയല്ലാഹു അൻഹുവിന്റെ വീട്ടിൽ പോയി അദ്ദേഹത്തെ വിളിക്കുമായിരുന്നു എന്നാണ്. അപ്പോ അദ്ദേഹം റസൂലുള്ളാഹിനോട് എഴുന്നേൽക്കാത്തതിനുള്ള കാരണം പറഞ്ഞത്, നമ്മളുടെ റൂഹല് പടച്ചോന്റെ കയ്യിലല്ലേ, അത് അള്ളാഹു തിരിച്ചെന്നാലേ നമുക്ക് ഉണർവ് കിട്ടുള്ളൂ, അല്ലെങ്കിൽ എഴുന്നേൽക്കാൻ പറ്റുള്ളൂ എന്ന് അലി റളിയല്ലാഹു അൻഹു അദ്ദേഹം ഉണരാത്തതിനെ കുറിച്ച് റസൂലുള്ള ചോദിച്ചപ്പോൾ അദ്ദേഹം തിരിച്ചു പറഞ്ഞത് അങ്ങനെയാണ്. അപ്പൊ റസൂലുള്ള ചിരിച്ചുകൊണ്ട് ഈ ആയത്ത് ഓതി എന്നാണ്, വക്കാനൽ ഇൻസാനു അക്സറ ശൈഇൻ ജദല, മനുഷ്യന് അധിക കാര്യങ്ങളിലും മനുഷ്യൻ ഇങ്ങനെ തർക്കിച്ചിരിക്കുന്നവനാണ് എന്ന ഈ ആയത്ത് ഓതിക്കൊടുത്തു എന്നാണ്. അപ്പോ നമ്മുടെ ചുറ്റുപാടിലേക്ക് നമ്മൾ നോക്കിയാൽ റസൂലുള്ള ചിരിച്ചു എന്നാണ്, എന്നിട്ട് ഈ ആയത്ത് ഓതി എന്ന് നമുക്ക് ഹദീസിൽ കാണാൻ പറ്റും. ഈ അവസാന ഭാഗം പാരായണം ചെയ്തു എന്ന് ഹദീസിൽ നമുക്ക് കാണാൻ പറ്റും. അപ്പോ നമ്മുടെ ചുറ്റുപാടിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് ഈ ഒരു സംഭവം കാണാൻ പറ്റും. എല്ലാ വിഷയത്തിലും ഇങ്ങനെ തർക്കിച്ചുകൊണ്ടിരിക്കുന്ന മനുഷ്യർ, എന്ത് പറഞ്ഞാലും അവനെ കുറിച്ചുള്ള ചിന്ത നഷ്ടപ്പെടുന്നിടത്ത് അവനെ തന്നെ വലിയവനായി കാണുകയും എല്ലാ നന്മകളിൽ നിന്നും ഒഴിഞ്ഞു മാറി സ്വന്തം ഇഷ്ടങ്ങളെ മാത്രം പുൽകാൻ വെമ്പൽ കൊള്ളുന്ന മനുഷ്യര് ഈ രൂപത്തിലുള്ള തർക്കവിതർക്കങ്ങളിൽ ഏർപ്പെട്ടുകൊണ്ട് എല്ലാ നന്മകളെയും നിരാകരിക്കുന്നത് കാണാൻ പറ്റും നമുക്ക്. അപ്പോ ഇത് വളരെ ചിന്തിച്ച് വായിച്ചു പോവേണ്ട ഒരു ആയത്താണ്. നമ്മൾ റസൂലുള്ളാഹിന്റെ ഉപമയെ കുറിച്ച് പറഞ്ഞതുപോലെ മറ്റൊരു ഉപമ കൂടി ഇപ്പൊ പെട്ടെന്ന് എന്റെ മനസ്സിലേക്ക് വന്നതിനെ ഒന്നുകൂടി ഞാൻ പറയാണ്. മുസ്ലിം ഉദ്ധരിക്കുന്ന ഒരു ഹദീസിൽ, അബീ ഹുറൈറ റളിയല്ലാഹു അൻഹു ഉദ്ധരിക്കുന്ന ഒരു ഹദീസിൽ റസൂലുള്ള വീണ്ടും തന്റെയും മുൻകഴിഞ്ഞു പോയ പ്രവാചകന്മാരുടെയും ഉപമയെ റസൂലുള്ള വിശദീകരിക്കുന്നുണ്ട്. നമ്മൾ പറഞ്ഞല്ലോ ഇതെല്ലാം മനുഷ്യർക്ക് വേണ്ടിയുള്ളതാണ് എന്ന്. ഓരോ കാലഘട്ടങ്ങളിലുള്ള പ്രവാചകന്മാരും മനുഷ്യ കുടുംബത്തോട് സംവദിക്കുകയും അവരെല്ലാം തന്നെ ഒരു മനോഹരമായിട്ട് റസൂലുള്ള ഹദീസുകളിലൂടെ പ്രവാചകന്മാർക്കിടയിലുള്ള ബന്ധങ്ങളെ പറഞ്ഞു പോകുന്നുണ്ട്. അതിന്റെ ഒരു ഭാഗമായി ഈ നിർമ്മിച്ച ഈ വ്യവസ്ഥിതി, ഈ ജീവിത വ്യവസ്ഥിതി, അത് എന്റെ മാത്രം ഒരു കോൺട്രിബ്യൂഷൻ അല്ല, ഞാൻ നിർമ്മിച്ച ഒന്നല്ല, അത് എന്റെ മുൻകഴിഞ്ഞു പോയ പ്രവാചകന്മാരിലൂടെ അള്ളാഹു നിർമ്മിച്ചു പോന്ന ഒന്നിന്റെ
പൂർണ്ണതക്ക് ഞാൻ പിന്നെ കാരണക്കാരനായി എന്ന് മാത്രമേ ഉള്ളൂ, അല്ലാതെ എന്റെ നിർമ്മിതിയല്ല എന്ന് റസൂലുള്ളാഹി പറഞ്ഞു വെക്കുന്നുണ്ട്. പുതിയ ലോകത്ത് നമ്മളിത് പറയുമ്പോഴേ, ഇത് മനുഷ്യർക്കുള്ളതാണ് എന്ന് പറയുമ്പോഴേ, മനുഷ്യരെ മതങ്ങളുടെ പേരിൽ വിഭജിക്കുന്ന ഒരു ലോകത്താണ് നമ്മൾ നിൽക്കുന്നത്. അതിനെ അങ്ങനെ വിഭജിക്കുവാൻ പല അടയാളങ്ങളും മുന്നോട്ട് വെച്ചുകൊണ്ട് അങ്ങനെയാണെങ്കിൽ അയാൾ ഇന്നതിൻ്റെതായിരിക്കും, ഇങ്ങനെയാണെങ്കിൽ ഇയാൾ ഇന്നതിന്റെ വാക്താവായിരിക്കും എന്ന് പറഞ്ഞുകൊണ്ട് മനുഷ്യനെ വിഭജിക്കുന്ന ഒരു ലോകത്താണ് നമ്മൾ നിൽക്കുന്നത്. പ്രവാചകന്റെ ഈ ധർമ്മത്തെ മതം എന്ന് പറഞ്ഞുകൊണ്ടും അവതരിപ്പിക്കുന്നവരാണ് നമ്മൾ. ലോകത്ത് മതം എന്ന വാക്ക് പ്രയോഗിക്കരുത് എന്ന് നമ്മൾ ഇതിന്റെ ആമുഖത്തിൽ പറഞ്ഞിട്ടുണ്ട്. അതൊരു അർത്ഥശൂന്യമായ പ്രയോഗമാണ്. അത് ഇസ്ലാം അദ്ദീൻ എന്ന വാക്കിനോട് ചേർത്ത് പറയാൻ പറ്റുന്ന ഒരു പ്രയോഗമല്ല മതം എന്നുള്ള പ്രയോഗം. എന്തുകൊണ്ട്? റസൂലുള്ളാഹി നമ്മൾ ഈ പറഞ്ഞതിന് അപ്പുറം നിന്നുകൊണ്ടാണ് കാര്യങ്ങൾ വിശദീകരിക്കുന്നത്. ആ ഒരു ഉപമ നോക്കൂ നിങ്ങൾ ഇവിടെ. മസലി വ മസലുൽ അംബിയാഇ മിൻ ഖബലി, എന്റെയും എന്റെ മുൻകഴിഞ്ഞു പോയ പ്രവാചകന്മാരുടെയും ഉപമ. കമസലി റജുലിൻ, ഒരു മനുഷ്യൻ ബനാ ബുനിയാനൻ, നല്ലൊരു വീടെടുത്തു. ഫഅഹ്സനഹു വ അജ്മലഹു, എന്നിട്ട് അയാൾ അതിനെ പ്രൗഢമാക്കി, മനോഹരമാക്കി, അതിനെ കണ്ണഞ്ചിപ്പിക്കുന്നതാക്കി. ഇല്ല മൗലി ലബിനത്തിൻ മിൻ സാബിയത്തിൻ മിൻ സവായാഹ, അതിന്റെ ഒരു കോണിലെ ഒരു ഇഷ്ടികയുടെ പഴുത് മാത്രം എന്താക്കി ഒഴിവാക്കി വെച്ചു. വജഅലന്നാസു യതൂഫൂന ബിഹി, ആളുകൾ വന്ന് അതിന്റെ മനോഹാരിതയിൽ ലയിച്ച് ആ വീട് ഇങ്ങനെ ചുറ്റിക്കറങ്ങുക. വയഅജബൂന ലഹു, എന്നിട്ട് അതിലിങ്ങനെ അത്ഭുതം കൊള്ളുകയാണ് അതിന്റെ നിർമ്മിതിയെ കണ്ട്, അതിന്റെ ആ പ്രൗഢമായ അതിന്റെ പിന്നെ അവസ്ഥ കണ്ട്, അതിന്റെ മനോഹാരിത കണ്ട് അവരിങ്ങനെ അത്ഭുതപ്പെട്ട് നിൽക്കുകയാണ്. എന്നിട്ട് അവർ പറയാണ് വയഖൂലൂന ഹല്ലാ ഉളിഅത്ത് ആദിഹിൽ ലബിനത്തു, ഈ ഇഷ്ടിക കൂടി അങ്ങ് വെച്ചിരുന്നെങ്കിൽ എത്രമാത്രം ഇത് മനോഹരമാകുമായിരുന്നു എന്ന് പറയാണ്. അപ്പൊ റസൂലുള്ളാഹി പറയാണ് ഖാല അനൽ ലബിനത്തു അന ഖാതിമുൻ നബിയീൻ, ഞാനാണ് ആ അവസാനത്തെ ഇഷ്ടിക, ഞാൻ പ്രവാചകന്മാരിലെ അന്ത്യപ്രവാചകനാണ് എന്ന്. അപ്പോ എല്ലാവരും കൂടി നിർമ്മിക്കപ്പെട്ട ഒരു വ്യവസ്ഥിതിയുടെ നാമത്തെ ഉൾക്കൊള്ളുന്ന ഒരു പ്രയോഗമാണ് ഇസ്ലാം എന്നത്. അതിന്റെ ശറഈയും ലുഗവിയുമായ അർത്ഥം മാത്രം പരിശോധിച്ച് നോക്കിക്കഴിഞ്ഞാൽ നമുക്കത് ബോധ്യപ്പെടും. അപ്പോ ഇതിലൊന്നും തന്നെ നമ്മുടേതെന്ന് പറഞ്ഞുകൊണ്ട് വിശദീകരിക്കേണ്ടതല്ല. അള്ളാഹുവിന്റെ റസൂല് അങ്ങനൊന്നും പറയുന്നൊന്നുമില്ല. റസൂലുള്ളാഹിന്റെ പേരിൽ ഇസ്ലാം മതമാണെന്ന് പറയുന്നത് അള്ളാഹുവിന്റെ റസൂലിന്റെ പേരിൽ കള്ളം പറയുന്നതിന് തുല്യമാണ് എന്നാണ് നമ്മൾ പലപ്പോഴും പറയാറ്. കാരണം പുതിയ ലോകത്ത് ഇത് മുഹമ്മദിന്റെ നിർമ്മിതിയാണ് എന്ന് പറയുന്ന ലോകത്ത് വീണ്ടും നമ്മൾ അതിന് കൊട പിടിച്ചു കൊടുക്കുകയാണ് ആ ഒരു പ്രയോഗത്തിലൂടെ നമ്മൾ ചെയ്യുന്നത്. അള്ളാഹുന്റെ റസൂൽ അങ്ങനെയല്ല പറയണത്. ഇത് നിങ്ങൾ പറയുന്നത് പോലെ ഇത് പുതിയ നിർമ്മിതിയല്ല. ഇത് കാലഘട്ടങ്ങളിലൂടെ പ്രവാചകന്മാർ അവതരിപ്പിച്ചു പോന്ന ഒന്നിന്റെ തുടർച്ചയാണ്. അതിന്റെ പൂർണ്ണതയെ ഞാൻ പ്രകടിപ്പിക്കുന്നു എന്ന് പറയാൻ റസൂലുള്ളാഹി ചെയ്യുന്നത്. വിശുദ്ധ ഖുർആന് സൂറത്ത് പിന്നെ ആല ഇംറാനില് മനോഹരമായിട്ട് ഇതിനെ അള്ളാഹു വിശദീകരിച്ചു പോകുന്നുണ്ടല്ലോ, അല്ലേ? പിന്നെ വഇദ് അഖദല്ലാഹു മീസാഖൻ നബിയ്യീന ലമാ ആതൈതുകും മിൻ കിതാബിൻ വഹിക്മത്തിൻ ثم جاءكم رسول مصدق لما معكم لتؤمنن به ولتنصرنه, അല്ലേ? എല്ലാ അമ്പിയാക്കന്മാരിൽ നിന്നും അള്ളാഹു കരാറ് വാങ്ങിയ വിഷയത്തെ അള്ളാഹു പറയുന്നുണ്ട്. ഇനി നിങ്ങൾക്ക് നൽകിയ വേദങ്ങളെയും സത്യപ്പെടുത്തിക്കൊണ്ട് നമ്മുടെ ദൂതൻ വന്നു കഴിഞ്ഞാൽ നിങ്ങൾ ആ പ്രവാചകനെ പൂർണ്ണമായി വിശ്വസിക്കുകയും ആ പ്രവാചകനെ നിങ്ങൾ പിന്തുണക്കുകയും ചെയ്യുമോ എന്ന് അള്ളാഹു ചോദിക്കുന്നുണ്ട്. അതിനുശേഷമാണ് പിന്നെ ഇന്ന ദീന ഇൻദല്ലാഹിൽ ഇസ്ലാം എന്ന് പറഞ്ഞിട്ടുള്ള ആയത്തിൽ വരുന്നത്. ദീനില്ലാഹി യബ്ഗൂൻ എന്ന് പറയുന്ന ആയത്തുകളെല്ലാം ഈ പറഞ്ഞതിന്റെ ശേഷമാണ് വരുന്നത്. അപ്പൊ നമ്മള് അതാ പറഞ്ഞത്, ഇതിനെല്ലാം പിന്നെ വേറെടുത്തി പിന്നെ അർത്ഥം പറയേണ്ട അല്ലെങ്കിൽ വിശദീകരിക്കേണ്ട ആയത്തല്ല, ഒന്ന് മറ്റൊന്നുമായി ചേർന്ന് നിൽക്കുന്ന, അഗാധമായി ബന്ധപ്പെട്ട് നിൽക്കുന്നതാണ്. അപ്പോ ഇസ്ലാം എന്ന് പറയുന്നത് കൊണ്ട് അതിന് ഒരു വിശാലമായ അർത്ഥമുണ്ട്. എല്ലാ അമ്പിയാക്കന്മാരും നിർമ്മിച്ച വിശുദ്ധമായ ഒരു നിർമ്മിതിയുടെ, മനോഹരമായ ബലിഷ്ഠമായ ഒരു നിർമ്മിതിയുടെ, ഒരു ജീവിത നിയമ സംഹിതയുടെ പിന്നെ ഒന്നിനെ വിളിക്കുവാൻ ഉപയോഗിക്കുന്ന ഒരു പേരാണത്. അല്ലാതെ അത് മുഹമ്മദ് നബി നിർമ്മിച്ചതാണെന്ന് പറയാൻ പാടില്ല. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആ നിർമ്മിതിയുടെ അവസാനത്തെ കണ്ണിയാണ്. അതിന്റെ പൂർണ്ണത അവസാനത്തെ പ്രവാചകനായിരുന്നു കൊണ്ട് പൂർത്തീകരിച്ചൊരു പ്രവാചകൻ മാത്രമാണ് മുഹമ്മദ് റസൂലുള്ളാഹ്. അപ്പൊ ഇതുപോലെ ഖുർആൻ അള്ളാഹു എങ്ങനെയാണോ ആ മനുഷ്യൻ അവന്റെ ജീവിതത്തെ പിന്നെ സൗന്ദര്യപൂർണമാക്കുവാൻ,
അവന്റെ ജീവിതത്തെ വെളിച്ചപൂർണ്ണമാക്കുവാൻ എന്തെല്ലാം കാര്യങ്ങൾ ആവശ്യമുണ്ടോ അതെല്ലാം അള്ളാഹു പല ഉപമകളിലൂടെയും പറഞ്ഞു കൊടുക്കുന്നു. അതോടൊപ്പം തന്നെ മുഹമ്മദ് റസൂലുള്ളയും ധാരാളം ഉപമകളിലൂടെ അള്ളാഹുന്റെ റസൂലും മനുഷ്യർക്ക് വെളിച്ചം നൽകിക്കൊണ്ടിരിക്കുന്നുണ്ട്. അപ്പൊ നമ്മള് ഈ ആയത്തിനെങ്ങനെ വെറുതെ അങ്ങ് വായിച്ചു പോവേണ്ടതല്ല. ഇതിന്റെ ഉള്ളിൽ ഇത്തരത്തിലുള്ള കാര്യങ്ങളെല്ലാം തന്നെ നമ്മൾ ചിന്തിക്കുകയും മനസ്സിലാക്കുകയും ചെയ്ത് കടന്നു പോവേണ്ട ഒരു ആയത്താണിത്. അടുത്ത ആയത്ത് എന്താണ്? വമാമന അന്നാസ അൻ യുഅ്മിനൂ ഇദ് ജാഅഹുമുൽ ഹുദാ വയസ്തഗ്ഫിറൂ റബ്ബഹും ഇല്ലാ അൻ തഅതിയഹും സുന്നത്തുൽ അവ്വലീന ഔ യഅതിയഹുമുൽ അദാബു ഖുബുലാ വമാ നുർസിലുൽ മുർസലീന ഇല്ലാ മുബശ്ശിറീന വമുൻദിരീൻ. എന്തൊരു മനോഹരാണ് നമ്മൾ ഈ പറഞ്ഞു വെച്ചതിനെ മുഴുവനും ഈ രണ്ടായത്തുകൾ ഇനി വിശദീകരിക്കുന്നുണ്ട് അല്ലേ? നോക്കൂ നിങ്ങൾ, വമാ നുർസിലുൽ മുർസലീന ഇല്ലാ മുബശ്ശിറീന വമുൻദിരീന വയുജാദിലുൽ ലദീന കഫറൂ ബിൽ ബാത്തിലി ലിയുദ്ഹിദൂ ബിഹിൽ ഹഖ്ഖ വത്തഖദൂ ആയാതി വമാ ഉൻദിറൂ ഹുസുവാ. ഈ പറഞ്ഞത് മുഴുവനും ഇനി അതിന്റെ ഉള്ളിൽ വീണ്ടും അള്ളാഹു കൊണ്ടുവരികയാണ്. അടുത്ത ആഴ്ച ഇൻഷാ അല്ലാഹ് നമുക്ക് വിശദീകരിക്കാം. അള്ളാഹു അനുഗ്രഹിക്കട്ടെ. അള്ളാഹു നമുക്കെല്ലാം പുറത്തു തരികയും നമ്മുടെ ഹൃദയത്തിന് വിശാലത നൽകുകയും നമ്മുടെ ചിന്തകൾക്ക് അള്ളാഹു വെളിച്ചം പകരുകയും എല്ലാം അള്ളാഹു ചെയ്യട്ടെ. അതുപോലെ നമ്മുടെ മാതാപിതാക്കൾ അള്ളാഹു പുറത്തു കൊടുക്കട്ടെ. രോഗികളായി കിടക്കുന്ന നമ്മുടെ പല സഹോദരങ്ങളുടെയും മാതാപിതാക്കളുണ്ട്. അവർക്കെല്ലാം അള്ളാഹു സൗഖ്യം നൽകുകയും അവരുടെ എല്ലാം തന്നെ ജീവിതത്തിൽ അള്ളാഹു കാരുണ്യപൂർവമായ ഇടപെടൽ നടത്തുകയും ചെയ്യട്ടെ എന്ന് പ്രാർത്ഥിച്ചും ചെറിയ ചർച്ച ഇവിടെ അവസാനിപ്പിക്കുകയാണ്. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. എന്തെങ്കിലും ഇതിൽ പിന്നെ കൂട്ടിച്ചേർക്കാനുണ്ടെങ്കിൽ കൂട്ടിച്ചേർക്കാം, ചോദ്യങ്ങൾ ഉണ്ടെങ്കിൽ